നമസ്കാരം. ഗാന്ധിയാണെന്ന് കരുതിയിരുന്നവർ ഗോഡ്സെയാണെന്ന് തിരിച്ചറിയുമ്പോൾ, കർത്താവാണെന്ന് കരുതിയിരുന്നവർ യൂദാസ് ആയിരുന്നുവെന്ന് തിരിച്ചറിയുമ്പോൾ തിരുത്തി പറയുക തന്നെ വേണം. അതിന്റെ പേരിൽ എന്തൊക്കെ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നാലും സത്യം അത് വിളിച്ചു പറയുക തന്നെ വേണം. വാർത്തയിലേക്ക് വരാം. PV അൻവർ ഇന്നലെ നടത്തിയ രാഷ്ട്രീയ വിശദീകരണ യോഗം മൊത്തത്തിൽ വിശകലനം ചെയ്യുമ്പോൾ എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? PV അൻവറിന്റെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെയും സർക്കാരിനെതിരെയും ഒക്കെ ഇല്ലാത്ത പച്ചക്കള്ളങ്ങൾ PV അൻവർ നടത്തിയതെന്ന് വളരെ വ്യക്തമായി തന്നെ പൊതുസമൂഹത്തെ മനസ്സിലാക്കി തരുന്ന ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗമാണ് നിലമ്പൂരിൽ നടന്നത്. ആദ്യം ഒരു മതപ്രഭാഷണം പോലെ തോന്നിയെങ്കിലും പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ PV അൻവർ എന്താണ് ഈ ഒരു യോഗം കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് വളരെ വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. മാധ്യമങ്ങൾ വലിയ ഹൈപ്പാണ് ഈ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിന് നൽകിയത്. അൻവറിന്റെ യോഗത്തിന് മുൻപും പിൻപും അവിടെ കൂടിയിരുന്ന ആളുകളുടെ പ്രതികരണങ്ങൾ മാധ്യമങ്ങൾ എടുക്കാൻ കടിപിടി കൂടുകയായിരുന്നു. ചോദിക്കുന്ന ആളുകളോട് നിങ്ങൾ സഖാവാണോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ നിന്ന് ഉയർന്നു വന്ന ശബ്ദങ്ങൾ ഞങ്ങൾ ലീഗുകാരാണ്, കോൺഗ്രസ്സുകാരാണ്, BJP-ക്കാരാണ് എന്നുള്ളതായിരുന്നു. രാഷ്ട്രീയ വിശദീകരണ യോഗത്തിന് ശേഷം പല ആളുകളും സഖാക്കളാണ് എന്ന മട്ടിൽ പ്രതികരണം രേഖപ്പെടുത്തുന്ന കാഴ്ചയുമൊക്കെ നമ്മൾ കണ്ടു. രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലൂടെ പിണറായി വിജയന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന, ഈ സർക്കാരിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന പിന്തുണ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമമാണ് PV അൻവർ നടത്തിയത്. ഒപ്പം താൻ വർഗീയവാദിയല്ല, താൻ വളരെ ശുദ്ധ മനസ്സുള്ള ഒരാളാണ് എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം കൂടി PV അൻവർ നല്ല രീതിയിൽ തന്നെ നടത്തുന്നുമുണ്ട്. മാത്രവുമല്ല, ഈ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലൂടെ ഒരു പുതിയ പാർട്ടി രൂപീകരിക്കാനുള്ള ശ്രമവും അദ്ദേഹം നടത്തിയെടുക്കാൻ പല വട്ടം പല രീതിയിൽ വളഞ്ഞ വഴിയിൽ ശ്രമം നടത്തുന്ന കാഴ്ചയുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രതിപക്ഷത്തിന്റെ കോടാലിയായി മാറുന്ന PV അൻവർ BJP സർക്കാരിനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ ഒരക്ഷരം ശബ്ദിക്കുന്നില്ല എന്നതുകൂടി എടുത്തു പറയേണ്ടതുണ്ട്. ഫേസ്ബുക്കിലൂടെ സംഘപരിവാരങ്ങൾക്കെതിരെ, RSSനെതിരെ, BJP-ക്കെതിരെ അതിശക്തമായി ശബ്ദമുയർത്തുന്ന PV അൻവർ 3 മണിക്കൂർ ഉടനീളം കടന്നാക്രമിച്ചത് സർക്കാരിനെയും പിണറായി വിജയനെയുമായിരുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന ചോദ്യം വളരെ പ്രധാനമാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നറിയാൻ തന്നെയാണ് അവിടെ തടിച്ചുകൂടിയ ജനങ്ങൾ എത്തിയതും. എന്നാൽ അവരെ നിരാശരാക്കിക്കൊണ്ട് PV അൻവർ തുറന്നു പറഞ്ഞു, തെളിവുകളില്ല. ആരൊക്കെയോ പറഞ്ഞത് കേട്ട്, ആരൊക്കെയോ പറഞ്ഞ ഇൻഫർമേഷന്റെ പുറത്ത് അതിൽ വസ്തുതയുണ്ടോ എന്ന് പോലും മനസ്സിലാക്കാതെ PV അൻവർ ഇറങ്ങിയതാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി. മറ്റൊരു PC ജോർജിനെയാണ് നമ്മൾ PV അൻവറിലൂടെ കാണുന്നത്. PC ജോർജ് നമുക്കറിയാമല്ലോ, വാ പോയ ഓടാലിയാണ്. മാധ്യമങ്ങൾ PC ജോർജ് വാ തുറന്നാൽ അപ്പോൾ മൈക്കും ക്യാമറയും വെക്കും. എന്തിനാണ്? ഇത്തരക്കാർ പറയുന്നത് കേൾക്കാൻ ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്, കേട്ട് ചിരിക്കാനാണ്. ഇവർക്കൊക്കെ എന്ത് വിലയാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, അവർക്കൊക്കെ വലിയ വില ഈ സമൂഹം കൊടുക്കുന്നില്ല. PV അൻവർ എന്ന് പറയുന്ന ഈ വ്യക്തി കോൺഗ്രസിൽ യാതൊരു പരിഗണനയും കിട്ടാതെ ഇരുന്നൊരു വ്യക്തിയാണെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു വ്യക്തിയെ നിലമ്പൂരിൽ മത്സരിപ്പിച്ച് ഇദ്ദേഹത്തെ ജയിപ്പിച്ച് MLA ആക്കി അവസാനം അതേ പാർട്ടിക്കും സഖാക്കൾക്കും കുത്തുകൊടുത്ത് അവർക്കെതിരെ ഇല്ലാത്ത പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്ന ഈ PV അൻവറിനെ ആര് നമ്പാനാണ്, ആര് വിശ്വസിക്കാനാണ്? PV അൻവർ ഈ പാർട്ടിക്ക് വേണ്ടി ഒരു ദിവസമെങ്കിലും ജയിലിൽ കിടന്നിട്ടുണ്ടോ എന്ന് സഖാക്കൾ ചോദിക്കുന്നുണ്ട്. ഇല്ലല്ലോ. ഈ പാർട്ടിക്ക് വേണ്ടി എന്ത് ത്യാഗമാണ് PV അൻവർ സഹിച്ചത് എന്ന ചോദ്യവും പലരും ഉന്നയിക്കുന്നുണ്ട്. ഒരു ത്യാഗവും സഹിച്ചിട്ടില്ലല്ലോ. PV അൻവർ സത്യത്തിൽ ഈ പാർട്ടിയെ തളർത്താനും, ഈ പാർട്ടിയെ മുച്ചൂടും തകർക്കാനും, ഈ പാർട്ടിയെ തകർക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന എതിരാളികൾക്ക് കല്ലു പിറക്കി കൊടുക്കുന്ന പണിയുമല്ലേ ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ ചെയ്തികൾ ചെയ്തിട്ടും ഇദ്ദേഹം നിരന്തരം എന്താണ് ആവർത്തിക്കുന്നത്? ഉത്സവപ്പറമ്പിലെ പോക്കറ്റ് അടിക്കാരനെ പോലെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ. PV അൻവർ എന്ന് പറയുന്ന ഈ വ്യക്തിക്കെതിരെ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് വലിയ വിമർശനമില്ല കേട്ടോ. എന്തുകൊണ്ടാണ്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെയും സർക്കാരിനെതിരെയും ഒക്കെയാണ്
ഇദ്ദേഹം വിമർശനം ഉന്നയിക്കുന്നത്. അത്തരത്തിൽ ആര് വിമർശനം ഉന്നയിച്ച് വന്നാലും, എത്ര വലിയ ഫ്രോഡാണെങ്കിലും എത്ര വലിയ ക്രിമിനൽ ആണെങ്കിലും മാധ്യമങ്ങളുടെ മുമ്പിൽ അവർ പിന്നെ വിശുദ്ധരായി മാറും. അവർക്ക് വേണ്ടി ഏത് മാപ്രയും അത് റിപ്പോർട്ട് ചെയ്യും. അതാണ് നമ്മൾ ഇവിടെയും കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും തെളിവുണ്ടോ, ഏതെങ്കിലും രീതിയിലുള്ള രേഖകൾ കയ്യിലുണ്ടോ, ഇതൊന്നും മാധ്യമങ്ങൾക്ക് അറിയണ്ട. അവർക്ക് ഇടതുപക്ഷത്തെ നിരന്തരം കടന്നാക്രമിക്കുന്ന ഒരാളെ കിട്ടിയാൽ മാത്രം മതി. അങ്ങനെ അൻവർ അവരുടെ ചട്ടുകമായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇനി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചിഹ്നത്തിൽ മത്സരിക്കാൻ കഴിയില്ല എന്ന വസ്തുത പി വി അൻവർ മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പൊ പിന്നെ മറുകണ്ഠം ചാടാതെ വേറെ വഴിയില്ല. അതാണ് ഇവിടെ നടന്നിട്ടുള്ളത്. മുഖ്യമന്ത്രിയും സർക്കാരും ഇദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന എല്ലാ ആരോപണങ്ങളെയും തികഞ്ഞ അവജ്ഞയോടുകൂടി തന്നെ തള്ളിയിരിക്കുകയാണ്. എന്താണ് തള്ളാനിടയായ സാഹചര്യം? അദ്ദേഹം മാധ്യമങ്ങളോട് പറയുന്നത് മുഴുവൻ നുണയാണ്. അദ്ദേഹം സർക്കാരിനെതിരെയും ഇപ്പോൾ ചില പരാതികൾ കൊടുത്തിട്ടുണ്ടല്ലോ. ആ പരാതിയുമായി ബന്ധപ്പെട്ട് വ്യക്തമായ തെളിവുകൾ അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്തരത്തിൽ ചില കാര്യങ്ങൾ, ചില തെളിവുകൾ കൊടുത്തിട്ടുണ്ടെന്ന് പൊതുസമൂഹത്തിന് മുമ്പിൽ തെറ്റിദ്ധാരണ പടർത്തിക്കൊണ്ട് ഈ സർക്കാരിനെ കടന്നാക്രമിക്കുക, ഈ സർക്കാരിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം ഇല്ലാതാക്കുക, ഇതൊക്കെയാണ് പി വി അൻവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ പാർക്കുമായി ബന്ധപ്പെട്ട് നമുക്കറിയാമല്ലോ, ഹൈക്കോടതി അന്ന് എന്താണ് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത്? 1 മാസത്തിനകം തന്നെ ആ തടയണ പൊളിച്ചു നീക്കണമെന്നാണ് പറഞ്ഞത്. അത് പൊളിച്ച് നീക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. ഇപ്പോൾ അതിനുവേണ്ടിയുള്ള റീടെൻഡർ വിളിച്ചിരിക്കുകയാണ്. അത് ഉടനെ തന്നെ പൊളിച്ചു നീക്കും. അപ്പൊ ഇത്തരം ചില വിഷയങ്ങളിൽ പി വി അൻവർ നടത്തിയിട്ടുള്ള നിയമലംഘനങ്ങളിലൊക്കെ ഈ സർക്കാർ കൂട്ടുനിൽക്കില്ല, നിയമത്തിനൊപ്പം മാത്രമേ കൂട്ടുനിൽക്കൂ എന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്, ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. നമുക്കറിയാമല്ലോ, സർക്കാരിനെതിരെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ മാധ്യമങ്ങളും കൂടെ നിൽക്കും. നേരത്തെ ഒരു മാത്യു കുഴൽനാടനായിരുന്നു. അവസാനം എന്ത് സംഭവിച്ചു? ഇതുപോലെ തന്നെ എല്ലാ ദിവസവും 3 നേരം മാധ്യമങ്ങളെ കണ്ട് സർക്കാരിനെ കടന്നാക്രമിക്കുകയായിരുന്നു. എന്നിട്ട് അവസാനം കോടതിയിൽ ചെന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? തെളിവില്ല എന്ന് പറഞ്ഞ് അങ്ങ് ഓടിച്ചു. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയും ഒക്കെ ആരോപണം ഉന്നയിച്ച കാഴ്ച നമ്മൾ കണ്ടു. പി വി അൻവറും സമാനമായ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. കുടുംബത്തെ വരെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഒരു പട്ടിയുടെ വില പോലും സർക്കാർ പി വി അൻവറിന്റെ ശബ്ദത്തിന് കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, നിരന്തരം ഇത്തരത്തിലുള്ള വാർത്താ സമ്മേളനം നടത്തിയിട്ട് ഇപ്പോൾ ജനങ്ങൾ പോലും തിരിഞ്ഞു നോക്കാത്ത സാഹചര്യമുണ്ട്. എന്തായാലും പി വി അൻവർ സ്വയം തീ കൊളുത്തി ഇല്ലാതാകുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. തീപ്പന്തമല്ല, സ്വയം തീ കൊളുത്തി അയാൾ തന്നെ ഇല്ലാതാവുകയാണ്. അയാൾക്കുണ്ടായിരുന്ന ഇമേജ്, അയാൾക്കുണ്ടായിരുന്ന മുഖം അയാൾ തന്നെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. താനൊരു വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ് എന്ന് സ്വയം തെളിയിച്ചിരിക്കുന്നു. താനൊരു കുതുകാലി വെട്ടുന്നവനാണെന്ന് സ്വയം തെളിയിച്ചിരിക്കുന്നു. ഈ നാട്ടിലെ യുവാക്കൾക്ക് വേണ്ടിയാണത്രേ സംസാരിക്കുന്നത്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണത്രേ പി വി അൻവർ സംസാരിക്കുന്നത്. പി വി അൻവർ ആരാണെന്നും പി വി അൻവറിന്റെ ശബ്ദം എന്താണെന്നും ഒക്കെ നന്നായി തന്നെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എം വി രാഘവനും ഗൗരിയമ്മയും ഒക്കെ പോയപ്പോഴും ഒരുപാട് പാർട്ടിക്കാർ പോയിരുന്നു കേട്ടോ. അവരൊക്കെ ഇപ്പോൾ എവിടെയാണ്? സത്യം മനസ്സിലാക്കി തിരിച്ചു വന്നു. ഇത് തന്നെയാണ് അൻവറിന്റെ കേസിൽ നടക്കാൻ പോകുന്നത്. ചെണ്ട കൊട്ടുന്നിടത്തൊക്കെ ആളുകൾ കൂടാറുണ്ട്, പക്ഷെ ചെണ്ട കൊട്ടുകാരനൊപ്പം പോയി കാണാറില്ല. എന്തായാലും അൻവർ എന്ന് പറയുന്ന ഈ വ്യക്തി നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന വാർത്താ സമ്മേളനം വളരെ നല്ലതാണ്. താങ്കൾ ആരാണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കി തരാനും ഒപ്പം താങ്കളുടെ അജണ്ട എന്താണ് എന്ന് മനസ്സിലാക്കി തരാനും ഒക്കെ ഇത് ഉപകരിക്കും. സ്വർണ്ണക്കടത്ത് സംഘത്തെയും ഹവാല ഇടപാടുകാരെയും ഒക്കെ പിടികൂടുന്നതിന്റെ അസ്വസ്ഥതയാണ് ചിലർക്കെന്ന് ഇന്ന് മുഖ്യമന്ത്രി ടൈംസ് ഓഫ് ഇന്ത്യക്ക് കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. എന്തായാലും അത് ആരെക്കുറിച്ചാണെന്നൊക്കെ വഴിയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ നാട്ടിൽ വലിയ രീതിയിൽ പോലീസ് സേനയുടെ മനോവീര്യം തകർക്കുന്ന രീതിയിൽ ചില പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിയാൽ ജനങ്ങൾക്ക് പോലീസിലുള്ള വിശ്വാസം നഷ്ടപ്പെടും എന്ന വല്ല തോന്നലും ഉണ്ടെങ്കിൽ പി വി അൻവറെ, നിങ്ങൾ ഈ പ്രസ്താവനകൾ നടത്തുന്നത് ഗുജറാത്തിന്റെ മണ്ണിലിരുന്നല്ല, ഉത്തർപ്രദേശിന്റെ മണ്ണിലിരുന്നല്ല, കേരളത്തിന്റെ മണ്ണിലിരുന്നാണ്. ഇവിടുത്തെ മലയാളികൾ പ്രബുദ്ധരാണ്, നല്ല വെളിവുള്ളവരാണ്. മുഖ്യമന്ത്രിക്ക് വെളിവില്ല എന്നാണ് ഇപ്പോ പി വി അൻവർ നടത്തിയിരിക്കുന്ന ലേറ്റസ്റ്റ് പ്രതികരണം. വാവോയ കോടാലിയല്ലേ, എന്തു വേണമെങ്കിലും പറഞ്ഞോളൂ. പി വി അൻവറിന്റെ ശബ്ദത്തിന് ആര് വിലയിടാൻ, ആര് അദ്ദേഹത്തെയൊക്കെ മൈൻഡ് ചെയ്യാൻ? ഇവിടെ ചില മാധ്യമങ്ങൾ ഇതിലും വലിയ കുപ്രചരണങ്ങൾ ഇതിനു മുമ്പ് നടത്തിയിരുന്നു. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതുപോലുള്ള നിരവധി അൻവറുമാരെ പലപ്പോഴും കളത്തിലിറക്കാറുള്ളതാണ്. അവസാനം ജനങ്ങൾ സത്യം തിരിച്ച് അറിയാറുമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ഇത്രയധികം വ്യാജ വാർത്തകൾ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കാൻ വേണ്ടി ചില വിടുവേലകൾ ചെയ്തവർ ആരൊക്കെയാണ് എന്ന കാര്യങ്ങൾ കൂടി ഇപ്പോൾ ഏറെക്കുറെയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. ഇനി പറയാറുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടാണ്, LDF-നോടാണ്. പല സ്വതന്ത്രന്മാരും പല കാലഘട്ടങ്ങളിലും കടന്നു വരാറുണ്ട്. അത്തരക്കാരുടെ നിറവും
അത്തരക്കാരുടെ സ്വഭാവവും അവർ കടന്നു വന്ന വഴികളുമൊക്കെ ഇനിയെങ്കിലും പരിശോധിക്കുന്നത് നല്ലതാണ്. അൻവർമാരും പോരാളി ഷാജിമാരും അവസരവാദികളാണെന്നും അത്തരത്തിലുള്ള അവസരവാദികളെ ഒരു കാലഘട്ടത്തിലും പാർട്ടി ചുമക്കേണ്ടതില്ല എന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്.